എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുവാൻ വേണ്ടി പോകുന്നതായിട്ടുള്ള വിഷയം ഇസ്രായേൽ പാലസ്തീൻ മിഡിൽ ഈസ്റ്റ് വിഷയങ്ങൾ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളായിരിക്കും കൂടുതലായിട്ട് ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുവാനുള്ള കാരണം, നമ്മളുടെ പല മീഡിയകളും മലയാളം മീഡിയകളും യഥാർത്ഥത്തിലുള്ളതായിട്ടുള്ള അവിടെ നടക്കുന്ന സത്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുവാനോ അല്ലെങ്കിൽ നമ്മളിലേക്ക് അസത്യങ്ങൾ എത്തിക്കുവാൻ വേണ്ടി അവർ പലപ്പോഴും ശ്രമിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവിടെ യഥാർത്ഥമായി നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ ആളുകളിലേക്ക് അത് കാണുവാനും അല്ലെങ്കിൽ അത് പഠിക്കുവാനൊക്കെ ആഗ്രഹമുള്ള, അത് മനസ്സിലാക്കുവാൻ ആഗ്രഹമുള്ളവരിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നുകയും അപ്രകാരം ഈ ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള സത്യങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഈ ചാനൽ ഞാൻ ആരംഭിച്ചത്. ഇത് കുറച്ച് ബൈബിൾ ബേസ്ഡ് മിഡിൽ ഈസ്റ്റ് ഇസ്രയേലിൽ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളോട് കൂടി ചേർത്തായിരിക്കും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ പൊതുവായിട്ടൊരു കാര്യം പറയട്ടെ, അവിടെ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ മുൻപിൽ ഷെയർ ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ചാനൽ ആഗ്രഹിച്ചത്. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള ആളുകൾക്കും അവിടെയുള്ള വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആഗ്രഹമുള്ളവർക്ക് ഈ ചാനൽ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്രകാരം ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നമ്മളെ ഈ ദിവസങ്ങളിൽ അനേകം ആളുകളുടെ മനസ്സിൽ തോന്നുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആഴ്ചകൾക്ക് മുൻപ് നമ്മളൊക്കെ അറിയാം, ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയായും അതുപോലെ തന്നെ ലബനനിലെ ഹിസ്ബുള്ളയുടെ നേതാവായിരുന്നതായിട്ടുള്ള ഫോക് ഷുക്കറും കൊല്ലപ്പെട്ടത്, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നമ്മളിൽ പലരും വായിക്കുകയും അറിയുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ ഹനിയയുടെ കാര്യത്തിൽ ഇസ്രായേൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എങ്കിലും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നത് ഇസ്രായേലാണ് ഹനിയയെ കൊലപ്പെടുത്തിയതെന്ന് അവർ പറയുമ്പോൾ ഇറാൻ അതിൻ്റെ അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള ഖുമൈനി പ്രഖ്യാപിക്കുകയുണ്ടായി, ഇസ്രായേലിന് ഇതിനെ തക്ക മറുപടി ഞങ്ങൾ കൊടുക്കും, ഞങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയും അപ്രകാരം 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം ഉണ്ടാകും, ഇസ്രായേലിനെതിരെ ഇറാൻ്റെ ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ള ചിന്തകളൊക്കെ ലോകമെമ്പാടും ഉണ്ടാകുകയും അപ്രകാരം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ സഹായത്തിനായിട്ട് അവരുടെ കപ്പൽ പടകളെയൊക്കെ മെഡിറ്ററേനിയൻ കടലിലേക്കൊക്കെ അയക്കുകയൊക്കെ ചെയ്തത് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. എന്നാൽ ഏകദേശം 3 ആഴ്ചയോളം പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ അവർ പ്രഖ്യാപിച്ചതുപോലെ ഒരു അക്രമം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പലരുടെ മനസ്സിൽ തോന്നുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്താണ് കാരണം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വൈകുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കാതെ ഈ 3 ആഴ്ചയായിട്ടും ഇറാൻ നിൽക്കുന്നത് എന്ന് പലപ്പോഴും പലരുടെയും മനസ്സിൽ തോന്നുന്നതായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ വൈകുന്നത്, അല്ലെങ്കിൽ ആക്രമിക്കാതെ ഏകദേശം 3 ആഴ്ചയോളമായിട്ട് മാറി നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് അമേരിക്കയുടെ ഇടപെടലുകളുണ്ട്, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഇടപെടലുകളുണ്ട്, അതുപോലെ തന്നെ ഇറാനിലെ സാഹചര്യങ്ങളും ഉണ്ട് എന്ന്, രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകം നല്ലതിനെ തിന്മയെന്നും തിന്മയെ നല്ലതെന്നും പറയുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. നാം യെശയ്യാവ് 5:20 നമ്മൾ അത് കാണുന്നുണ്ടല്ലോ. പ്രവാചകൻ അപ്രകാരം പറയുന്നത് നാം കാണുന്നുണ്ട്. അവർ നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും അവർ വിളിച്ചു, ഇരുട്ടിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുട്ടുമെന്നും അവർ വിളിച്ചു എന്ന് നാം കാണുന്നു. ഇത് തന്നെയാണ് നാം ഇന്ന് ഈ ലോകമെമ്പാടും നോക്കുമ്പോൾ നമ്മളെ കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, ഇത് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ബാധകമായിരിക്കുന്നത്, ഇതൊന്നും
കേരളത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റേതെങ്കിലും കോണിൽ ജീവിക്കുന്നതായിട്ടുള്ള എനിക്ക് ഇതെന്താണ് ഇതൊക്കെ ബാധകമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. എന്നാൽ ഞാൻ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല, ഇത് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ജീവിച്ചാലും ഇത് നിങ്ങൾക്ക് ബാധകം ആണ് എന്നുള്ളിടത്താണ് ഇത് നിങ്ങൾ മനസ്സിലാക്കുകയും ഇത് കാണുമ്പോൾ കാര്യങ്ങൾ ഇപ്രകാരമാണല്ലോ എന്ന് നാം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും യൂറോപ്പിലും അമേരിക്കൻ ഐക്യനാടുകളിലും അതുപോലെ ഗൾഫിൻ്റെ പ്രദേശങ്ങളിലും ജോലിയോ അല്ലെങ്കിൽ സ്ഥിരതാമസമോ ഒക്കെ ആക്കിയിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ മക്കൾ ഒക്കെ ഈ നാടുകളിലൊക്കെ താമസമാക്കിയവരാണ്. നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, ഈ വിഷയങ്ങൾ എത്രമാത്രം അവർ ജീവിക്കുന്നതായിട്ടുള്ള നാടുകളിൽ അത് അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റായിട്ട് അത് ഇരിക്കുന്നു, അവരെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരിൽ നിന്നും അതിൻ്റെ ഉത്തരം ലഭിക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. നമ്മളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പേ ഇപ്പോഴേ അമേരിക്കയിൽ നമുക്കറിയാം ഡെമോക്രാറ്റിക്കിൻ്റെ നാഷണൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കാഗോയിൽ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോ ഹമാസ് ആളുകൾ ഇരച്ചു കയറുകയും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ നമ്മളിൽ പലരും വാർത്തകളിൽ കൂടി കാണുകയുണ്ടായി. എന്നാൽ നാം ഒരു കാര്യം മറന്നു പോകരുത്. നമ്മൾ ആദ്യം ഓർത്തതുപോലെ തന്നെ ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും നന്മയെ തിന്മയും തിന്മയെ നന്മയായിട്ടും കാണുന്നതായിട്ടുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നാം ഈ ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷൻ തന്നെ ഒന്ന് നോക്കിയാൽ മതി. അവിടെ എന്താണ് കാണുന്നത്? അവിടെ നാം കാണുന്നുണ്ടേ, നമുക്കറിയാം അവിടെ ഫ്രീ അബോർഷനാണ് അവരുടെ ഒരു വാഗ്ദാനം. അതുപോലെ മറ്റ് പല കാര്യങ്ങളും ദൈവം വച്ചിരിക്കുന്നതായിട്ടുള്ള അതിർവരമ്പുകളെ ഒക്കെയും പൊട്ടിച്ചുകൊണ്ട് ഈ ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിയുടെ പ്രഖ്യാപനങ്ങളും ഒക്കെ പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ഇപ്പോൾ തന്നെ ജീവിക്കുന്ന നമ്മുടെ പല പ്രിയപ്പെട്ടവരും അമേരിക്കയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും അമേരിക്കയിലായിരിക്കാം. നിങ്ങൾ കാണുന്നതാണ് അമേരിക്കയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് നമുക്ക് കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കുവാനില്ല. കാരണം അവർ ഈ നാളുകളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജുദയോ ക്രിസ്ത്യൻ വാല്യൂ ഒക്കെ കളഞ്ഞ് ക്രിസ്ത്യൻസ് വാല്യൂസൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ അവരുടെ പല കാര്യങ്ങളും മുൻപോട്ട് അവർ നീക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവജനത്തിനും ദൈവിക കാര്യങ്ങൾക്കും ക്രിസ്ത്യൻ വാല്യൂസിനും ഒക്കെ ഒരു തകർച്ച നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ഈ പാർട്ടിയിൽ നിന്നും അധികമൊന്നും നമുക്ക് പ്രതീക്ഷിക്കുവാനില്ല. ഇതൊക്കെ ഇനിയും കൂടുതൽ വളരെ രൂക്ഷമായ രീതിയിൽ നമ്മൾ ഇനിയും ഇതിനെയൊക്കെ ഫേസ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. പിന്നീട് ഇനിയുള്ള വീഡിയോകളിൽ അമേരിക്കൻ രാഷ്ട്രീയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വീണ്ടും തിരികെ നമ്മൾ ഇസ്രയേൽ ഇറാൻ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓർത്തതുപോലെ 3 ആഴ്ചയോളമായി ഇറാൻ യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് എന്നാൽ ഇതുവരെയും ഇസ്രയേലിനെ ആക്രമിക്കുവാൻ അവർ മുതിർന്നിട്ടില്ല എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇസ്രയേലിനെ ആക്രമിക്കുവാൻ അവർ മടിച്ച് ഈ 3 ആഴ്ചയായിട്ട് നിൽക്കുന്നത്? നമുക്കതിൻ്റെ ചില കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴും സോഴ്സുകളൊക്കെ മനസ്സിലാക്കിയപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിച്ചത്, ഇറാൻ ഇപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ വാറാണ് ഇസ്രയേലിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതവരുടെ ഒരു ഉദ്ദേശമാണ്. കാരണം അവരെ ആക്രമിക്കാതെ, നേരിട്ടൊരക്രമം നടത്താതെ ഞങ്ങൾ ഇപ്പോഴും നടത്തും അല്ലെങ്കിൽ ഏത് നിമിഷവും ഇസ്രയേലിനെ ആക്രമിക്കും എന്നുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രയേലിലുള്ള അവരുടെ ഗവൺമെൻറ്റിനെയും അവിടെയുള്ള സാധാരണ ജനങ്ങളെയും മാനസികമായിട്ട് അവരെ തകർക്കുക എന്നുള്ളത് ഇറാൻ്റെ ഒരു പ്ലാനാണ്. അത് നമുക്കറിയാം പല രാജ്യങ്ങളും അപ്രകാരം ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള നമ്മുടെ രാജ്യം, നമ്മുടെ ശത്രു രാജ്യമായിരിക്കുന്ന ഒരു രാജ്യത്ത് നിന്നും ഏത് നിമിഷവും അക്രമം ഉണ്ടാകുമെന്ന് ഉള്ള ഭീതിയിൽ അവിടെയുള്ള ജനങ്ങളും ഗവൺമെൻറ്റും ഒക്കെ ഏകദേശം 3 ആഴ്ചയായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എത്രത്തോളം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. നമുക്ക് അത് സന്തോഷത്തോടു കൂടി ജോലിക്ക് പോകാനോ
നമ്മുടെ കുഞ്ഞുങ്ങളെ പുറത്ത് ഇറക്കി എന്തെങ്കിലും കാര്യങ്ങൾ അവരുടേതായ കുഞ്ഞുങ്ങളുടേതായ കളികളിലൊക്കെ ഏർപ്പെടുവാനോ ഒന്നിനും നമുക്ക് സാധിക്കില്ല. നമ്മുടെ മനസ്സ്, നമ്മൾ വളരെ ഭയത്തോടെയായിരിക്കും കഴിയുന്നത്. എപ്പോഴാണ് മിസൈൽ വരുന്നത്, റോക്കറ്റ് വരുന്നത് എന്നുള്ള ഭയത്തോടെയായിരിക്കും നമ്മൾ കഴിയുന്നത്. ഇതുതന്നെയാണ് ഇറാൻ്റെയും ഉദ്ദേശം. ഇസ്രയേലിലുള്ള അവരുടെ സാധാരണക്കാരുടെ ജീവിതത്തെ തകർക്കുക, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതത്തെ വളരെ സംഘർഷഭരിതമാക്കുക, അല്ലെങ്കിൽ അവരെ വളരെ ഒരു സ്ട്രെസ്സിലേക്ക് വിടുക എന്നുള്ള ഒരു സൈക്കോളജിക്കൽ വാറ് ആണ് അവരെ ഉദ്ദേശിക്കുന്നത്. അത് വളരെ ഫലപ്രദമായിട്ട് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ സോഴ്സ് അനുസരിച്ചിട്ട് ഞാൻ ഇസ്രയേലിലുള്ള ചിലരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ ഈ 3 ആഴ്ചയായിട്ട് വളരെ ഭയത്തോടുകൂടിയാണ് കഴിയുന്നത്. കാരണം വളരെ ആകാംക്ഷയോടുകൂടിയാണ് കഴിയുന്നത്. എപ്പോഴാണ് ഒരക്രമം വരുന്നത്? ഞങ്ങൾക്ക് ശരിയായിട്ട് ഞങ്ങളുടെ സമ്മർ വെക്കേഷൻ ഉപയോഗിക്കുവാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് പുറത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് പോകുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അവർ കഴിയുന്നത്. അവർ ഓരോ ദിവസവും അങ്ങനെയാണ് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇറാൻ്റെ ഒരു ഉദ്ദേശമാണ്. രണ്ടാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഇറാൻ്റെ മറ്റൊരു ഉദ്ദേശം, അവരെ ആക്രമിക്കാതിരിക്കുന്നതിനുള്ള ഒരു ഉദ്ദേശം നമുക്കറിയാം. കഴിഞ്ഞ ഏപ്രിൽ 13 ചരിത്രത്തിലാദ്യമായിട്ട് ഇറാൻ്റെ മണ്ണിൽ നിന്നും ഇസ്രയേലിനെതിരെ ഒരു ആക്രമണം അഴിച്ചുവിടുന്നത്. നമുക്കറിയാം, ഏകദേശം 300ഓളം റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ അവർ ഇസ്രയേലിലേക്ക് അവർ അയച്ചത് നമ്മൾ കാണുകയുണ്ടായി. അതിലേതാണ്ട് 99.9% റോക്കറ്റുകളും ഡ്രോണുകളും ഇസ്രയേലും അമേരിക്കയും കൂടെയുള്ള സഖ്യകക്ഷികളും കൂടി ചേർന്ന് തകർത്ത് കളഞ്ഞു കണ്ടത്. നമ്മളതൊക്കെ മനസ്സിലാക്കിയതാണ്. വീണ്ടും അതുപോലെ ഒരു അക്രമം ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്രകാരം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 300 റോക്കറ്റിന് പകരം 1000 റോക്കറ്റ് വിട്ടാലും നമ്മളറിയുന്നത് പോലെ തന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും ഒക്കെ അവിടെയുണ്ട് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി. ഇസ്രയേലും അതുപോലെ സഖ്യകക്ഷികളും ഒക്കെ ചേർന്ന് വീണ്ടും ഒരു 1000 റോക്കറ്റ് ഇറാൻ വിട്ടാലും അതിനെ തകർത്ത് കളയുവാനുള്ള സാഹചര്യം ഉണ്ട്. അപ്രകാരമായാൽ നമ്മളൊക്കെ അറിയാം, ഇസ്രയേൽ പറഞ്ഞിരുന്നത്, ഒരു റോക്കറ്റെങ്കിലും ഈ പ്രാവശ്യം അവിടെ നിന്നും വന്നാൽ, ഇറാഖിൽ നിന്നും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായിട്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ആക്രമിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയും അത് എവിടെയൊക്കെ ആക്രമിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വെളിപ്പെടുത്തുകയും ചെയ്തു. അത് ഇറാന് വളരെ നന്നായിട്ടറിയാം. അവരത് നേരത്തെ തന്നെ ഇസ്രായേൽ അത് കാണിച്ചു കൊടുത്തതാണ്. നമുക്കറിയാം, ഏപ്രിൽ 13 ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടായപ്പോൾ അതിന് മറുപടി എന്നോണം ചെറിയ ഒരു രീതിയിൽ ഒരു മിസൈൽ ഇസ്രയേൽ ചെന്ന് ഇട്ടതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എന്നിട്ട് ഇസ്രയേൽ പറഞ്ഞത്, ഞങ്ങൾക്ക് ലോകത്തെ ഏത് രാജ്യത്തും ആക്രമണം നടത്തുവാനുള്ള ശേഷിയുണ്ട് എന്ന് അവർ കാണിക്കുകയുണ്ടായി. നമുക്കറിയാം, ഇറാൻ്റെ ആണവ പദ്ധതികളൊക്കെ നടക്കുന്നതായിട്ടുള്ള സ്ഥലത്തിനടുത്താണ് അവർ മിസൈൽ ഇട്ടത്. അതൊരു മുന്നറിയിപ്പായിരുന്നു, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ആക്രമിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഇറാനോടുള്ളത്. അപ്പോൾ ഇറാൻ അറിയാം, ഇപ്രകാരം ഒരു 1000 റോക്കറ്റുകളോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ വിട്ടാൽ അമേരിക്കയും കൂടെയുള്ള സഖ്യകക്ഷികളും ചേർന്ന് അതിൽ ബഹുഭൂരിപക്ഷവും തകർത്താൽ സംഭവിക്കുവാൻ പോകുന്നത് ഇസ്രയേൽ ഈ തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കില്ല, വളരെ ശക്തമായിട്ട് തന്നെയുള്ള ആക്രമണം അഴിച്ചുവിടും. അപ്പോൾ ഇപ്രകാരം ഒരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇറാന് ഒരു നേട്ടവും ഉണ്ടാകുവാൻ പോകുന്നില്ല. അതൊരു ഫെയിലിയർ ആയി പോകുമെന്ന് ഇറാൻ അത് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം അവർ നടത്തിയ ആക്രമണം 300 റോക്കറ്റോളം ഉപയോഗിച്ച് നടത്തിയ ആക്രമണം ഇറാൻ ഒരർത്ഥത്തിൽ അതൊരു ഫെയിലിയർ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ വേറൊരു കാര്യം കൂടി മറന്നു പോകരുത്, അത് ഒരു വിധത്തിൽ ഇറാൻ്റെ ഒരു വിജയം കൂടിയായിരുന്നു. കാരണം ഇറാൻ അപ്രകാരം വലിയൊരു ആക്രമണം നടത്തിയിട്ടും, ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയിട്ടും അതിൻ്റെ തിരിച്ചടി നമ്മളോ അല്ലെങ്കിൽ ലോകം പ്രതീക്ഷിച്ചതുപോലോ ഇറാന് ലഭിച്ചില്ല. അവരവിടെ നിന്നും ആ തിരിച്ചടി ഉണ്ടാകാതെ വണ്ണം അവിടെ നിന്നും മാറിപ്പോകാൻ അവർക്ക് സാധിച്ചു. നമുക്കൊക്കെ അറിയാം, ഈ ലോകരാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ പല പിൻപിലുള്ള പല കളികളും നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും വലിയ ഒരു കക്ഷിയാണ് അമേരിക്ക എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ആ 13 അക്രമത്തിന് ശേഷം ഇസ്രയേൽ തീർച്ചയായിട്ടും ഇറാന് ശക്തമായിട്ട് ആക്രമിക്കുവാൻ വേണ്ടി തയ്യാറായതാണ്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ, ഞാൻ നേരത്തെ സംസാരിച്ചതുപോലെ, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റുമായിരിക്കുന്നതായിട്ടുള്ള ജോ ബൈഡൻ, അവരുടെ ക്യാബിനറ്റ് നമുക്കറിയാം ഇസ്രയേലിനെ
ശരിക്കും കൈകൾ കെട്ടിയിട്ട നിലയിലാണ് അവരോട് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഇസ്രയേലിൻ്റെ അക്രമത്തെ അമേരിക്കയാണ് പലപ്പോഴും ആക്രമിക്കുവാൻ അവർ പലപ്പോഴും തയ്യാറാകുമ്പോഴും ഒക്കെ അമേരിക്കയാണ് അതിനെ തടസ്സം നിന്ന് അതിനെ മുടക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇറാനോടുള്ള ബന്ധത്തിലും അന്ന് ഏപ്രിൽ 13 തിരിച്ചടിക്കണമെന്ന ഇസ്രയേൽ തീരുമാനിച്ചപ്പോൾ അമേരിക്കയാണ് അത് പറ്റില്ല, അങ്ങനെ ചെയ്യരുതെന്ന് ശക്തമായിട്ട് സമ്മർദ്ദം ചെലുത്തി അത് ഒഴിവാക്കിയതെന്ന് നമുക്കത് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് കൂടുതൽ ആ കാര്യങ്ങൾ ഡീറ്റെയിലിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് അറിയുവാനായിട്ട് സാധിക്കും. ഇതുതന്നെയാണ് റാഫേലും നടന്നതെന്ന് നമുക്കറിയാം. റാഫേൽ ഇതിനൊക്കെ മുമ്പേ തന്നെ ഇസ്രയേൽ അവിടെ റെയ്ഡ് നടത്തുവാനും അവിടെ തുരങ്കങ്ങൾ നശിപ്പിക്കുവാനും ഒക്കെ ശ്രമിച്ചതാണ്. പക്ഷെങ്കിൽ അമേരിക്കയുടെ വലിയ സമ്മർദ്ദം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് അത്രയും താമസിക്കുകയും ഇസ്രയേലിന് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള കാരണം അതുതന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ കാര്യത്തിലും അമേരിക്ക ഏപ്രിൽ 13 തിരിച്ച് ഒരു അക്രമത്തിന് ഇസ്രയേലിനെ തടഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ പ്രാവശ്യം വളരെ വ്യക്തമായിട്ട് ഇസ്രയേൽ പറഞ്ഞിരുന്നു, ഇറാനിൽ നിന്നും വീണ്ടും ഒരു മിസൈൽ ഇത്തവണ വന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇറാൻ്റെ സ്ഥലങ്ങളൊക്കെയും ആക്രമിക്കുമെന്നുള്ള ഒരു ശക്തമായിട്ടുള്ള സന്ദേശം ഇറാന് കൊടുത്തിരുന്നു. ഇറാൻ അത് വളരെ നന്നായിട്ടറിയാം. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവർക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറി പോകുവാൻ സാധിക്കുകയില്ല, ഇസ്രയേലിൽ നിന്നും ശക്തമായ ആക്രമണം നേരിടേണ്ടി വരും എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത് നമ്മൾ നോക്കുമ്പോൾ ഇവർ ഇപ്രകാരം ധാരാളം മിസൈലുകളോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയൊക്കെ ആക്റ്റീവ് ചെയ്ത് ഒന്നിച്ചൊരാക്രമണം നടത്തിയാലും നമുക്കറിയാം അമേരിക്കയും മറ്റ് സഖ്യകക്ഷികളും ഒക്കെ ചേർന്ന് അതിനെ ചെറുത്താൽ തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു അക്രമം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ചിലപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇറാനെ ജയിക്കും എന്ന് ഉറപ്പില്ലാത്ത ഒരു കളിക്ക് അവർ ഇറങ്ങുവാൻ തയ്യാറാകുകയില്ല. കാരണം അവർക്കറിയാം അതിൻ്റെ നഷ്ടം ചിലപ്പോൾ തിരികെ ഇറാൻ ഇനിയും ഒരിക്കലും നിന്ന് കാണുന്ന ഇറാൻ പോലെ ആകുവാൻ സാധിക്കാത്ത വിധത്തിൽ ചിലപ്പോൾ തകർക്കപ്പെടുവാനുള്ള സാഹചര്യമുണ്ട്. ഇത് ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് ഇറാന് ഇപ്പോൾ ചെയ്യുന്നത് സൈക്കോളജിക്കൽ വാർ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ഏറ്റവും തക്കതായിട്ടുള്ള ഒരു സമയം, കാരണം നമുക്കറിയാം ഇതിങ്ങനെ മുൻപോട്ട് പോയി ചില ആഴ്ചകളോ അല്ലെങ്കിൽ ചില മാസങ്ങൾ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് വളരെ കൂൾ ഡൗൺ ആവും. ആളുകളൊക്കെ ഇത് പതിയെ മറന്നു തുടങ്ങും. ആളുകളൊക്കെ വളരെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് നമുക്കറിയാം ഹമാസ് അപ്രകാരമാണല്ലോ ഇസ്രയേലിലെ ഒക്ടോബർ 7 കയറി ആക്രമിച്ചത്. എല്ലാം ശാന്തമായി ഇരിക്കുന്ന സമയത്ത് ആക്രമിക്കുക എന്നുള്ളത് ചിലപ്പോൾ അത് ആകാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. ഇറാന് ഈ കാര്യങ്ങൾ ഇങ്ങനെ വളരെ സെൻസിറ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി പതിയെ ഇത് തണുക്കുന്ന സമയത്ത് ചിലപ്പോൾ ശക്തമായിട്ട് ഒരു അക്രമം അഴിച്ചുവിട്ട് ഇസ്രയേലിൽ നാശനഷ്ടം ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. പിന്നീട് നാം കാണേണ്ടത് മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. ഇറാനിലെ രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ മെൻറ്റാലിറ്റി വളരെ എതിരാണ് ഇറാൻ്റെ ഭരണകൂടത്തിനെതിരെ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ട്. നമുക്കറിയാം ചില നാളുകൾക്ക് മുമ്പ് ഹിജാബ് വിഷയങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യങ്ങളെ, ഈ കാര്യങ്ങളിലൊക്കെ വളരെ അസംതൃപ്തരാണ് ഇറാൻ ജനതയെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ശക്തമായിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു അക്രമം ഉണ്ടായാൽ ചിലപ്പോൾ അത് ഇറാൻ ഭരണത്തെപ്പോലും മാറ്റിമറിക്കുന്ന രീതിയിൽ അത് ചിലപ്പോൾ ജനങ്ങളെ കൂടെ ഏറ്റെടുക്കുവാനുള്ള സാഹചര്യമുണ്ട്. കാരണം അത്രമാത്രം ജനങ്ങൾ മടുത്തിരിക്കുകയാണ് അവിടെയുള്ള ഇറാൻ ജനത. അല്ലെങ്കിൽ അവിടെയുള്ള ജനത ഇപ്പോൾ മയക്കുമരുന്നിനും മറ്റ് കാര്യങ്ങളിന്മേലൊക്കെ അവർ ആശ്വാസം കണ്ടെത്തുന്ന ഒരു അവസ്ഥയിലാണ് ഇറാൻ്റെ ഒരു അവസ്ഥയുള്ളത്. അത് ഇറാൻ ഭരണകൂടത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അവരുടെ ഉരുക്കുമുഷ്ടി കൊണ്ട് അവർ ഇറാൻ ജനതയെ അടക്കി ഭരിക്കുകയാണ്. എന്നാൽ ഒരു അക്രമം, ഈ രീതിയിലുള്ള ഒരു യുദ്ധം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു നല്ല സന്ദർഭമായിട്ട് അവിടെയുള്ള ജനങ്ങൾ കണ്ട് ചിലപ്പോൾ ഈ ഗവൺമെൻറ്റിനെ മറിച്ച് കളയുവാനുള്ള സാഹചര്യം പോലും അവിടെയുണ്ട്. അത് ഇറാൻ ഗവൺമെൻറ്റിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവരെ അങ്ങനെ ഒരു ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാതെ അവരിപ്പോഴും സൈക്കോളജിക്കൽ വാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ അവരെ വളരെ ആത്മാർത്ഥമായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ഇസ്രയേലിനെതിരെ ഫലവത്തായിട്ടുള്ള ആയുധങ്ങൾ ശേഖരിക്കുക എന്നുള്ളത്. നമുക്കറിയാം റഷ്യ അവരെ വളരെയധികം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
അവരുടെ ഏറ്റവും വലിയ ഒരു അലയൻസ് ആണ് ഇപ്പോൾ റഷ്യ ആയിക്കൊണ്ടിരിക്കുന്നത്. അവർ റഷ്യയിൽ നിന്നും വലിയ അത്യാധുനിക മിസൈലുകളൊക്കെ ഇസ്രയേലിൻ്റെ അയൺ ഡോം, അമേരിക്കയുടെ പേട്രിയറ്റ് ഒക്കെ തകർക്കുവാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ ഭേദിച്ച് ആക്രമണം നടത്തുവാൻ കഴിയുന്നതായിട്ടുള്ള മിസൈലുകൾ അവർ ശേഖരിക്കുവാൻ അവർ വളരെ ശ്രമം നടത്തുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കറിയാം ഇറാന് നല്ല ഒരു മിലിറ്ററി അലയൻസിൻ്റെ ആവശ്യവുമായിട്ടിരിക്കുന്നു. അത് റഷ്യയുമായിട്ട് അവർ ഉണ്ടാക്കുവാൻ അവർ വളരെ നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അതിൽ സക്സസ് ആവുകയാണെങ്കിൽ അവർക്ക് നല്ല ഒരു അലയൻസ് ഉണ്ട് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി. അവർക്ക് അത്യാധുനിക ആയുധങ്ങൾ എത്തിക്കുവാനും അതുപോലെ തന്നെ പല ആവശ്യങ്ങൾക്കും ഇറാൻ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ചിലപ്പോൾ റഷ്യയുടെ പൂർണ്ണ സപ്പോർട്ട് പോലും അക്കാര്യത്തിൽ ഇറാനോട് ഉണ്ടായിരിക്കാം. ഇതൊക്കെയാണ് ഇറാനെ പെട്ടെന്ന് ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്രയേലിനെതിരെ ഒരു അക്രമത്തിലേക്ക് അവരെ തടയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തുതന്നെയാണെങ്കിലും വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സമയത്തിൽ കൂടിയാണ് പലസ്തീൻ ഇസ്രയേൽ വിഷയം കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ചാനൽ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ മിഡിൽ ഈസ്റ്റ്, ഇസ്രയേൽ, പാലസ്തീൻ ന്യൂസുകളുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും എൻ്റെ നമസ്കാരം.